ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ ഒരു ചെറിയ ലോങ് വീഡിയോ കേട്ടോ, വ്ളോഗാണ് ഇത്. ഇന്ന് നാളെ നമ്മുടെ പെസഹ വ്യാഴാഴ്ച ആയതുകൊണ്ട് ഈശോ നാളെ അപ്പം മുറിക്കാൻ വരും. അതുകൊണ്ട് ഞങ്ങൾ ഇന്നെല്ലാം ക്ലീൻ ചെയ്യുവാണ്. എല്ലാം ഞങ്ങളുടെ വീട് മുഴുവൻ രൂപങ്ങളെല്ലാം എടുത്തു വെച്ച് ഡസ്റ്റിങ് ചെയ്ത് എല്ലാം വൃത്തിക്ക് ഞാനും എൻ്റെ ചേച്ചിയും കൂടെ ചെയ്ത്. അപ്പോൾ ശ്രേമോൾ ഉറങ്ങുമായിരുന്നു, അതുകൊണ്ട് അവളെ വിളിച്ചിട്ട് അവളെ എണീറ്റില്ല. അപ്പം ഞാനും എൻ്റെ ചേച്ചിയും കൂടെ അങ്ങ് തുടങ്ങി മൊത്തം നല്ല ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് എല്ലാം അതാത് പ്ലേസിൽ വെച്ച് ഞാൻ എടുത്തു വെച്ച് എല്ലാം മോളൊക്കെ തുടച്ച് കൊടുത്ത് ഏണിയൊക്കെ കയറിയാണ്. അത് കഴിഞ്ഞപ്പം ചേച്ചി അവിടെ ഇരുന്ന് തുടച്ച് ഞാനും പിന്നെ ഇറങ്ങി വന്നു കഴിഞ്ഞ് ബാക്കി ഞാനും തുടച്ചു. അങ്ങനെയൊക്കെ ചെയ്ത് മാതാവിനെയൊക്കെ കണ്ടോ. ഇപ്പം ആ എടുത്ത ഭാഗം അങ്ങോട്ട് ജസ്റ്റ് പ്ലെയിൻ ആ ഏരിയ കാണിക്കണ്ടോ, ഏണിയൊക്കെ വെച്ച് കയറി. എൻ്റെ ദൈവമേ ഭയങ്കരമായിട്ടും പേടിച്ചു പോയി. എനിക്ക് പേടി എന്നാന്ന് വെച്ചാൽ പണ്ട് ഞങ്ങളുടെ പള്ളിയിൽ ഏണിയെ കയറി ഫാൻ തുടച്ച പാവം ഔസേപ്പച്ചൻ ചേട്ടൻ്റെ വിയോഗം എനിക്ക് ഓർത്തിട്ട് ഭയങ്കര വിഷമമാണ്. അതുകൊണ്ട് ആ ഒരു ഇതിൽ ഞാൻ ഈ ഏണിയെ കയറിയപ്പോൾ എൻ്റെ ചേച്ചിയോട് പറഞ്ഞു, എടി എങ്ങാനും വീഴും. അന്നേരം അവൾ പറഞ്ഞു ഇല്ല കുഴപ്പമില്ലെന്ന് പറഞ്ഞു. പിന്നെ എന്തായാലും ദൈവത്തെ വിളിച്ച് ഞാൻ കയറി എല്ലാം തുടച്ച് നല്ലതായിട്ട് മുകളിലെത്തിയാലല്ലോ, അല്ലാതെ കസേര കയറിയിട്ട്, അതുകൊണ്ടാണ്. അതെല്ലാം തുടച്ച് കഴിഞ്ഞ് വന്ന് പിന്നെ അതെല്ലാം കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഭയങ്കരമായിട്ടും അങ്ങോട്ട് ടയേർഡാകുമായിരുന്നു. പിന്നെ ചേച്ചി അവൾ പോയി ഇടയ്ക്ക് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് രാവിലെ തന്നെ ഞങ്ങൾ തുടങ്ങിയായിരുന്നു, ഒരു 8:30 ആയപ്പം തുടങ്ങി. പിന്നെ ചേച്ചി പോയി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറഞ്ഞു. അതുകൊണ്ട് ഞാൻ പിന്നെ കണ്ടിന്യൂ തന്നെ ചെയ്തുകൊണ്ടിരുന്ന. അത് കഴിഞ്ഞപ്പോൾ അവൾ വന്ന് അവളവിടെ ഇരുന്ന് എല്ലാം ചെയ്തു. അവൾക്കാണെങ്കിൽ ഭയങ്കര ക്ഷീണമായിരുന്നു, അതുകൊണ്ട് അവൾക്ക് എന്തോ വയറിന് വേദനയൊക്കെ ആയതുകൊണ്ട് ഞാൻ പിന്നെ എല്ലാം ചെയ്തു. എന്നാലും അവൾ ചെയ്തു കേട്ടോ, ഇത്. പിന്നെ ഞങ്ങൾ ആ സോഫയൊക്കെ ഒന്ന് മാറ്റി അവിടെ കുറേയൊക്കെ എന്നിട്ട് അടിച്ചതേ ഉള്ളൂ. ഇന്ന് തുടച്ചില്ല, നിലം ഫ്ലോർ തുടച്ചില്ല. അപ്പം ചേച്ചി പറഞ്ഞു നമുക്ക് നാളെ രാവിലെ അടിച്ചു തുടയ്ക്കാൻ. ഇനി വെള്ളിയാഴ്ച പറ്റത്തില്ലല്ലോ അടിച്ചു തുടയ്ക്കാൻ, വെള്ളിയാഴ്ച ഗുഡ് ഫ്രൈഡേ അല്ല, അന്നൊന്നും ചെയ്യത്തില്ലല്ലോ. അതുകൊണ്ട് അപ്പം നല്ലതായിട്ട് അടിച്ച് വൃത്തിയാക്കി മിറ്റമൊക്കെ അടിച്ച് ഇനി ഇതെല്ലാം ഡസ്റ്റിങ്ങും ചെയ്ത് നല്ലതായിട്ട് രൂപങ്ങളൊക്കെ അതായത് വെച്ച്. പിന്നെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ തുണികളൊക്കെ ഉണ്ടായിരുന്നു. ബെഡ്ഷീറ്റ് എല്ലാം മാറി ഇന്ന്. ഞങ്ങളുടെ എല്ലാവരുടെയും ബെഡ്ഷീറ്റുകളും മാറി. ബെഡ്ഷീറ്റൊക്കെ വേറെ വിരിച്ചു നല്ലപോലെ. ആ ബെഡ്ഷീറ്റ് വിരിയൊക്കെ ശ്രേമോളുടെ പണിയായിരുന്നു. ശ്രേമോൾ അതൊക്കെ ചെയ്തത്. ശ്രേമോൾ അത് ചെയ്തു. പിന്നെ ശ്രേമോൾ ഫ്രിഡ്ജ് നല്ലതായിട്ട് ക്ലീൻ ചെയ്തു കേട്ടോ, ഭംഗിയായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് എല്ലാം അതാത് സ്പേസ്. അതിൻ്റെ വീഡിയോ ഞാൻ എടുത്തില്ല, എന്നാന്ന് വെച്ചാൽ ഒത്തിരി ലോങ് ടൈം ആവുമല്ലോ ഇത് കാണിക്കുമ്പോൾ, അതുകൊണ്ട് എടുത്തില്ല. പിന്നെ വേറെ എന്നാ അത് കഴിഞ്ഞപ്പം തിരിച്ച് രൂപങ്ങളൊക്കെ വെക്കുക. ഞങ്ങളുടെ ഔസേപ്പിതാവിനെ, ഞങ്ങളുടെ മാതാവിനെ, ഈശോനെ, തിരുഹൃദയത്തിൻ്റെയും പിന്നെ കരുണയുടെ ഫോട്ടോ ഇച്ചിരി സ്ഥലം മാറി ഇപ്പോഴത്തോട്ട്. ഇനി ദുഃഖവെള്ളി തൊട്ട് കരുണയുടെ പ്രാർത്ഥന ചെല്ലണം. അടുത്ത ഈസ്റ്റർ കഴിഞ്ഞുള്ള സൺഡേ വരെ കരുണയുടെ നൊവേനയൊക്കെ ചെല്ലുന്നു. അതുകൊണ്ട് കരുണയുടെ നേരെ കാണാൻ അതിന് നേരത്തെ ഇരുന്നിടത്ത് അതിൻ്റെ മുമ്പിൽ ക്യാൻഡിലിൻ്റെ സ്റ്റാൻഡ് ഇരുന്നുകൊണ്ട് അങ്ങ് തടസ്സം പോലെയൊക്കെ തോന്നി. അതുകൊണ്ട് ഇപ്പുറത്തോട്ട് മാറ്റി. പിന്നെ ആ നടുക്കുള്ള വചനം വേഴ്സ് ഓഫ് അതായത് ദൈവവചനം കാണാൻ പറ്റുന്നില്ലായിരുന്നു, വേഴ്സ് ഓഫ് ഗോഡ്. അതുകൊണ്ട് ആ ഒരു ഇപ്പുറത്ത് വെച്ച് പിന്നെ ക്യാൻഡിൽ സ്റ്റാൻഡ് മാറ്റി. ഇത് അതിനോടിടയ്ക്ക് അപ്പുറത്ത് ഇടയ്ക്ക് ചേച്ചി പോയി എൻ്റെ ചേട്ടത്തി പോയി തുണിയൊക്കെ വാഷിംഗ് മെഷീൻ അവളെടുത്ത് അങ്ങോട്ടും ഇടും വെള്ളം തുറന്നു വിടും ഒക്കെ അവളത് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് ഞാനിതേ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവിടെ തന്നെ നിന്ന്. പിന്നെ നമ്മുടെ ടി വിയുടെ മുകളിലുള്ള സ്റ്റാൻഡും അതും ആ ഫ്ലവറെല്ലാം ഞങ്ങൾ എടുത്ത് ആ പാത്രത്തിൽ നിന്ന് എടുത്ത പ്ലാസ്റ്റിക്കിൻ്റെ അതെല്ലാം എടുത്തുകൊണ്ട് കഴുകി അവൾ വെച്ച്. ആ ഫ്ലവർ അതിൽ പൊടി ഒത്തിരി ഉള്ളതുകൊണ്ട് അത് കഴുകി ഉണക്കി പിന്നെ അതും റീപ്ലേസ് ചെയ്തു. അതൊക്കെ കഴിഞ്ഞ് എൻ്റെ ചാച്ചൻ്റെ പെങ്ങളുടെ മോൻ വന്നായിരുന്നു, സിജോയുടെ മോൻ നോയലുകുട്ടനും വന്ന്. അവർ വന്നു കഴിഞ്ഞപ്പം പിന്നെ അവരിങ്ങനെ പറഞ്ഞു അവിടെ പൈനാപ്പിൾ കിട്ടും മാർക്കറ്റ് നമ്മുടെ ഈ തൊട്ടിപ്പുറത്ത് കുറുപ്പന്തറയിൽ 20 രൂപ kg ഉള്ളെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ വണ്ടിയെടുത്ത് പോയി. ഞങ്ങൾ കുറച്ച് പെട്രോളും അടിച്ചിട്ട്, വണ്ടിയെ പെട്രോളൊന്നും ഇല്ലായിരുന്നു, അത് ഇച്ചിരി അടിച്ച് പിന്നെ ആ പൈനാപ്പിളും ചെന്ന് മേടിച്ചുകൊണ്ട് വന്നു. എന്നാ വെച്ചാൽ ഇതെല്ലാം പണി ചെയ്ത് കഴിഞ്ഞപ്പോൾ ടയർഡ്, ഇച്ചിരി പൈനാപ്പിൾ കണ്ടിച്ച് തിന്നാമെന്ന് ഓർത്ത് അത് മേടിച്ച് കുറച്ച് 20 രൂപയ്ക്ക് കിട്ടി. പിന്നെ ഇച്ചിരി ഡാമേജ് ഉള്ളതൊക്കെ വെറുതെ എടുത്തോളാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് വെറുക്കിയെടുത്ത് അതെല്ലാം ആയിട്ട് വന്ന് പിന്നെ ചെത്തി അരിഞ്ഞ് ഭംഗിയായിട്ട്. എന്നിട്ട് ഞാൻ അതങ്ങനെ തിന്നില്ല, ഞാനത് ജ്യൂസായിട്ട് അടിച്ചു കുടിച്ചു. അവരെല്ലാവരും ചെത്തി അരിഞ്ഞ് അങ്ങനെ ഡയറക്റ്റ് തിന്നു.
ഇതൊക്കെയാണ് ഇന്നത്തെ വ്ളോഗിലുള്ളത്. പിന്നെ നിങ്ങൾ പ്ലീസ് എൻ്റെ ഈ വ്ളോഗ് കണ്ടിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാമെങ്കിൽ വലിയ ഉപകാരമായിരുന്നു. ഒന്ന് ലൈക്കും ചെയ്ത് കമൻറ്റൊക്കെ ചെയ്യുക പ്ലീസ്. എനിക്കൊരാഗ്രഹമുണ്ട്, ഒന്ന് 1000 സബ്സ്ക്രൈബേഴ്സിനെ കിട്ടുവാണെങ്കിൽ നല്ലതായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ. പറ്റുമെങ്കിൽ ഒന്ന് ചെയ്യുക, എനിക്ക് സന്തോഷം. എനിക്കറിയാം നിങ്ങൾക്ക് ചിലപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലായിരിക്കും എൻ്റെ കാണാൻ. ഇഷ്ടമുണ്ടെങ്കിൽ ഇടുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക ഒക്കെ ചെയ്യുക. പിന്നെ വേറെ എന്നത് ഇതാ പൈനാപ്പിൾ കിട്ടുന്ന സ്ഥലം കേട്ടോ. അവിടെ നമ്മുടെ കുറുപ്പന്ത നല്ല വിലക്കുറവുണ്ട് അവിടെ. അത് ഹോൾസെയിലാണ്, വലിയ പുറത്തോട്ടൊക്കെ വിടുന്ന നല്ല. ഞങ്ങൾ വീട്ടിൽ കൊണ്ടുവന്നതാണ് ഈ എടുത്തിട്ടിരിക്കുന്നത്. ഇത്രയൊക്കെ ഉള്ളൂ ഫ്രണ്ട്സ്. ഇനി അടുത്ത ഒരു ചെറിയ വ്ളോഗുമായിട്ട് നമുക്ക് കാണാം. ഓക്കെ, എല്ലാവർക്കും ഹാപ്പി ലാസ്റ്റ് സപ്പർ. ഓക്കെ, എൻജോയ്.